എൻ്റെ ഉള്ളിലുള്ളത് ഭഗവാനെയാണ്. ആ ഭഗവാനെ കാണുന്നില്ല. അതാ മുന്നിൽ രണ്ട് ദ്വാരപാലകന്മാരെ നിൽക്കുന്നു. അവരോട് പറയുന്നു, കൃഷ്ണനെ കാണാൻ എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിവിടൂ, മാറി നിൽക്കൂ. വീണ്ടും പുറകോട്ട് പോയ സുദാമാവ് ഭഗവാനെ കാണാനുള്ള അതിയായ മോഹം കൊണ്ട് വീണ്ടും മുന്നോട്ട് വരുന്നു. ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി, എന്നെ ഒന്ന് കടത്തി വിടൂ. സാധ്യമല്ല എന്ന് പറയുന്നു. പോകൂ അപ്പുറത്ത്. വിശക്കുന്നുണ്ടെങ്കിൽ ആഹാരം പോയി കഴിക്കൂ. അനേകായിരം ആളുകൾ ഭഗവാനെ കാണാൻ വേണ്ടിയാണ് രാജവീതിയുടെ ഇരുവശങ്ങളിൽ നിൽക്കുന്നത്. ഭഗവാൻ ഇറങ്ങി വരുമ്പോൾ അങ്ങേക്കും കാണാം, മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും മൂന്നാമതും അതാ കടന്നു വരുന്നു. എന്നെ കടത്തി വിടൂ പറഞ്ഞോടുകൂടി പിടിച്ചത് പുറകോട്ട് സുദാമാവിനെ അവിടെ നിന്നും സുദാമാവ് എഴുന്നേൽക്കുന്നു. ഉള്ളു മുഴുവൻ ഭഗവാന്റെ ചിന്തയാണ്. ആ സുദാമാവ് എഴുന്നേറ്റ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ വരികയാണ്. അപ്പോഴാണ് സ്വന്തം കൈകൊണ്ട് ആ സുദാമാവ് തന്റെ തലയിലേക്ക് അതാ അടിക്കുന്നു. കൃഷ്ണ, എന്തിനാണിത്രയും കൃഷ്ണ പരീക്ഷണവും ഇഴയ്ക്കു തോഴനല്ലേ എന്നും ഭക്തനു ദാസനല്ലേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. എന്തിനാണിത്രയും കൃഷ്ണ പരീക്ഷണോ ഏഴയ്ക്കു തോഴനല്ലേ എന്നും ഭക്തനു ദാസനല്ലേ.